മെയ് 17 വിശുദ്ധ പാസ്കൽ ബെയ്ലോൺ. ജനനം 1540 സ്പെയിനിലെ അരഗോണിൽ. മരണം 1592 മെയ് 17. വിശുദ്ധ കുർബാനയുടെ സംഘടനകളുടെയും കോൺഗ്രസ്സുകളുടെയും മധ്യസ്ഥനായ വിശുദ്ധ പാസ്കൽ ബെയ്ലോൺ സ്പെയിനിൽ അരഗേണിൽ തോറെ ഹൊർമോസെയിനിൽ 1540 പെന്തക്കുസ്ത തിരുനാൾ ദിവസം ജനിച്ചു. സ്പാനിഷ് ഭാഷയിൽ പെന്തക്കുസ്ത തിരുനാൾ പരിശുദ്ധാത്മാവിൻ്റെ പാസ്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതിനാൽ പാസ്കൽ എന്ന പേര് ശിശുവിന് നൽകി. ഭക്തരായ മാതാപിതാക്കന്മാർ ശിശുവിനെ ആദ്യം പഠിപ്പിച്ച വാക്കുകൾ ഈശോ, മറിയം, യൗസേപ്പ് എന്നായിരുന്നു. ആ കുഞ്ഞിനെ അമ്മ ആദ്യം പള്ളിയിലേക്ക് കൊണ്ടുപോയ ദിവസം അവൻ മുഴുവൻ സമയവും സക്രാരിയിലേക്കാണ് നോക്കിയിരുന്നത്. ഭാവിയിൽ സക്രാരിയോടുണ്ടാകാൻ പോകുന്ന സ്നേഹമൊക്കെ ആ പ്രഥമ സന്ദർശനത്തിൽ തന്നെ പ്രകടമാക്കി. 8 വയസ്സ് മുതൽ അവൻ തൻ്റെ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുവാൻ തുടങ്ങി. ഒരു വടിയുടെ പിടിയിൽ ദൈവമാതാവിൻ്റെ ഒരു സ്വരൂപം കൊത്തിയിരുന്നു. ആടുകളെ മേയ്ക്കുമ്പോൾ അവൻ്റെ ചിന്ത ഇടവക ദേവാലയത്തിലെ സക്രാരിയിലേക്ക് സ്വയമേവ തിരിഞ്ഞുപോയിരുന്നു. ആടുകൾ മേച്ചിൽ സ്ഥലത്ത് എത്തിയാലുടനെ വടി ഒരു സ്ഥലത്ത് കുത്തി നിർത്തും. അത് അവൻ്റെ കൊച്ചുപള്ളിയായി. ദിവസം തോറും പാസ്കൽ വിശുദ്ധ കുർബാന കണ്ടിരുന്നു. ഒരിക്കൽ അവൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്കുള്ള മണിയടിക്കുന്നത് കേട്ടു. അപ്പോൾ അവൻ തീവ്രമായ ഭക്തിയോടെ അപേക്ഷിച്ചു, കർത്താവേ, ഞാൻ അങ്ങയെ കാണട്ടെ. ഉടനെ ഒരു പ്രകാശം വീശുന്നതും ഒരു സ്വർണ്ണക്കാസയുടെ മേൽ തിരുവോസ്തി ഉയർന്നു നിൽക്കുന്നതും പാസ്കൽ ദർശിച്ചു. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പാസ്കലിനെ ഫ്രാൻസിസ്കൻ സഭയിലേക്ക് ആനയിച്ചു. ഒരു സന്യാസ സഹോദരൻ എന്ന നിലയിൽ മാതൃകാപരമായ അദ്ദേഹത്തിൻ്റെ ജീവിതം ദരിദ്രരോട് ക്രിസ്തുനാഥനോടെന്ന പോലെ അദ്ദേഹം വർത്തിക്കുവാൻ ഇടയാക്കി. ആശ്രമശ്രേഷ്ഠൻ ഒരിക്കൽ ഇങ്ങനെ പ്രസ്താവിക്കുകയുണ്ടായി, ഇത്ര മധുരശീലനും അതേസമയം കഠിനഹൃദയനുമായി വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. മറ്റുള്ളവരോട് അദ്ദേഹം മധുരമായി പെരുമാറും, തന്നോട് തന്നെ അത്രയും കഠിനമായി പ്രവർത്തിക്കും. സക്രാരിയുടെ മുമ്പിൽ പലപ്പോഴും അദ്ദേഹത്തെ സമാധിയിലാണ് കണ്ടിരുന്നത്. കുർബാനയ്ക്ക് ശുശ്രൂഷിക്കുവാനുള്ള പാസ്കലിൻ്റെ താൽപ്പര്യനിമിത്തം ചില ദിവസങ്ങളിൽ 8ഉം 10ഉം പരിശുദ്ധ കുർബാനയ്ക്ക് ശുശ്രൂഷിച്ചിരുന്നു. ഒരു ദൗത്യ നിർവഹണത്തിനായി ഫ്രാൻസ് സന്ദർശിച്ചപ്പോൾ കാൽവിനിസ്റ്റുകൾ വിശുദ്ധ കുർബാനയോട് പ്രദർശിപ്പിച്ചിരുന്ന അനാദരവ് പാസ്കൽ നേരിട്ട് മനസ്സിലാക്കി. ഫ്രാൻസിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ദിവ്യകാരുണ്യ ഭക്തി ഒന്നുകൂടി വർദ്ധിച്ചു. 1592 പെന്തക്കുസ്ത ദിവസം ആശ്രമത്തിലെ പ്രധാന കുർബാനയുടെ സമയത്ത് തിരുവോസ്തി ഉയർത്തിയ വേളയിൽ ആ ദിവ്യബലിയോട് ചേർന്ന് പാസ്കലിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് ഉയർന്നു. 1690 അലക്സാണ്ടർ 8ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് വിളിച്ചു. 1897 ലയോ 13ാമൻ മാർപ്പാപ്പ ദിവ്യകാരുണ്യ കോൺഗ്രസ്സുകളുടെയും കോൺഫ്രറ്റേർണിറ്റീസിൻ്റെയും മധ്യസ്ഥനെന്ന് വിശുദ്ധ പാസ്കലിനെ പ്രഖ്യാപിച്ചു. വചനം മലാക്കി 3-ാം അധ്യായം 10-ാം വാക്യം. ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവൻ, എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗകവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. വിചിന്തനം. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം പൂർണ്ണമാവുന്നില്ല എന്ന് പുതിയ നിയമത്തിൽ നാം വായിച്ചറിയുന്നു. ദൈവസന്നിധിയിൽ നാം സമർപ്പിക്കുന്ന ഓരോ നാണയത്തുട്ടുകളും അതിന് പ്രത്യേകമായി വില കൽപ്പിക്കുന്നുവെന്ന് വിധവയുടെ കൊച്ചു നാണയത്തിലൂടെ കർത്താവായ ഈശോയും പഠിപ്പിക്കുന്നു. ദേവാലയത്തിൽ സമർപ്പിക്കുന്ന പണത്തിൽ നിന്ന് അപരന് ചികിത്സാർത്ഥവും അവൻ്റെ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരുപക്ഷെ മരുന്നായും കുടുംബത്തിൻ്റെ ഒരാവശ്യമായിട്ടും താങ്ങായി മാറുന്നുണ്ട്. അതേപോലെ തന്നെ സഭയുടെ കൂട്ടായ്മയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും വിനിയോഗിക്കപ്പെടുന്നു. വിശുദ്ധ പാസ്കലിൻ്റെ ആശ്രമശ്രേഷ്ഠൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, പാവപ്പെട്ടവരോട് മധുരശീലനും അതേസമയം തന്നോട് തന്നെ കഠിനഹൃദയനുമായി മാറുവാൻ സാധിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടാകേണ്ട 3 ഹൃദയത്തെക്കുറിച്ച് കൂടി പറയാം. ആത്മരക്ഷയിൽ തൃഷ്ണയുള്ളവന് 3 ഹൃദയങ്ങൾ ചേർന്ന ഒരേ ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. ദൈവത്തോട് പുത്രനിർവിശേഷമായ ഒരു ഹൃദയം, അയൽക്കാരനോട് മാതൃഹൃദയം, അവനവനോട് ന്യായാധിപ ഹൃദയം.